എന്റെ സേതു തൊലി കളഞ്ഞിട്ട് വേണ്ടായിരുന്നോ അത് ചെയ്യാൻ? അല്ല, ഇത് പുതിയൊരു വെറൈറ്റി ആണ്. ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞത് ക്ലാരെ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിനക്ക് അവധി കിട്ടുന്ന ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്ത്, ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ച്, നമ്മൾ ഒരുമിച്ചിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സ്നേഹം കൂടെ ഉള്ളൂ. അതിനിപ്പോ സ്നേഹം കുറഞ്ഞൊന്നുമില്ലല്ലോ. എനിക്ക് നല്ല സ്നേഹമുണ്ട്. കുറഞ്ഞ പോലെ തോന്നിച്ചാ? എന്നാ ഒരു കാര്യം ചെയ്യും, ഇതുപോലെ അവധിയുള്ള ദിവസം ഇങ്ങനെയൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. പക്ഷെ എന്റെ പൊന്നു ചെയ്തു അന്ന് ലെറ്റർ എഴുതിയ പോലെ ആലോചിക്കുമ്പോ എന്റെ ദൈവമേ, അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ മുഖത്ത് നോക്കി പറയും. അത്രേ ഉള്ളൂ. കത്തെഴുതുന്ന കാര്യം ഞാൻ അന്ന് തൊട്ടേ രാജിവെച്ചതാ. ഇനി ഞാൻ കത്തെഴുതില്ല കേട്ടോ. ഫോൺ അടിക്കണ്ടല്ലോ. ഹലോ ഹലോ, എന്താ അയ്യോ അച്ഛാ, പോളെ എവിടെ അച്ഛൻ തനി വീണതാ. നേരെ ചെയ്തു. എടാ കൊച്ചച്ഛനെ വിളി. എന്റെ ദൈവമേ, ചോറക്കാൻ പറഞ്ഞാ കേക്കത്തൂല്ല. ഇത് കടന്നു പോവില്ലടാ. ഏട്ടൻ ചിരി, ഞാനാണോ ചിരിയേണ്ടത്? പഞ്ചാബി ദോശ. മോളെന്താ എന്നെ കൂടെ വിളിക്കാൻ? എന്റെ പൊന്നച്ച, ഇത് ഞങ്ങൾ 3-4 ട്രിപ്പ് പോയതല്ല. എന്റെ കാല് വയ്യാണ്ട് ഡോക്ടറെ അടുത്ത് പോയതാ. വായടച്ചു പോയി. അതെ, തറുതല പറഞ്ഞാലേ മറ്റേ കാലിലൂടെ ഞാൻ തല്ലി ഓടിക്കോ പറഞ്ഞേ. അച്ഛന്മാരായാലും ഇങ്ങനെ വേണം. എന്റെ പൊന്നച്ച, കാലിന് പ്രശ്നമൊന്നുമില്ല. വീണപ്പോ ഒന്ന് ഉളുക്കി, അത്രേ ഉള്ളൂ. അപ്പൊ പ്രശ്നമൊന്നുമില്ലേ? ആരുടെ അച്ഛന്റെ ഒക്കെ ബഹളം കേട്ടതൊന്നും കാല് 2 പീസായി കിടക്കണത്. എടാ കണ്ണിച്ചോറില്ലാത്ത വർത്തമാനം പറഞ്ഞല്ലോ. ഇപ്പൊ ദേഷ്യം വരുന്നുണ്ടാ? ഇപ്പം ദേഷ്യം വരുന്നുണ്ടാ? ഇതുപോലെയാണ് നമ്മൾ നടത്തുന്ന കല്യാണം ഓരോന്ന് പൊളിയുമ്പോഴേ ക്ലാരെ നീ കേൾക്കണം. എവ ഇട്ടിട്ട് അങ്ങ് ഓടും. ക്ലൈന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇടി മൊത്തം എനിക്കാ. ഇതിനെയും കാട്ടി വേദനയായിരുന്നു എനിക്ക്. അളിയാ, എന്റെ കാല് വയ്യാതിരിക്കുകയാണ്. കണ്ടില്ലേ? നീ വേണം സേതുസ് വെഡിങ് പ്ലാനർ ഒന്ന് നോക്കി നടത്താൻ. ഇപ്പൊ എന്ത് വർത്താനം അളിയാ? നീ ഇല്ലെങ്കിൽ ആ സ്ഥാനത്ത് ഞാനല്ലേ. പൊന്നുപോലെ അളിയാ, നീ നോക്കി നോക്കി അവസാനം സേതുസ് വെഡിങ് പ്ലാനറിനെ നീ ജാനകി റാം വെഡിങ് പ്ലാനർ ആക്കരുത്. ജാനകി റാം? അയ്യോ, അതാ ജാനകിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്. ക്ലാരെ, ജാനുവിനെ കണ്ടില്ല, എവിടെ പോയി? അവളൊന്ന് ലീവാടാ. അയ്യോ, എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല. കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയില്ലേ. അപ്പനാ അവള് ഞാനും അങ്ങനെയല്ല. അവള് ഞാനും പോയി കഴിയുമ്പോ കുഞ്ചാക്ക് പോയി ശാലി കട്ട. എനിക്കതറിയാം. എന്റെ മോളെ, കുഴപ്പമില്ല മോളെ. അച്ഛന് പ്രശ്നമില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഞാന് എന്റെ അച്ഛന്റെ കാലൊടിഞ്ഞെന്ന് പറഞ്ഞൊരു വ്ലോഗ് എടുത്തോട്ടെ? എന്റെ കാല് വയ്യാണ്ടിരിക്കണ ഞാൻ നോക്കൂലട്ടാ. ഈ കാല് വെച്ച് മടക്കി ഒരു ചവിട്ടം കാണില്ല. ചൂടളം വന്ന് ഇതെവിടെ വെക്കണ്ടേ? എന്നെ നെഞ്ചത്തോട്ട് കൊച്ചിന്റെ കാല് കാല് പറ്റിക്കാൻ മോളെ. ചൂട് പിടിക്കട്ടെ. ചൂട് പിടിക്കണ്ട. നീ വേണമെങ്കിലേ ഈ ഒരു അവസരം നീ മുതലാക്കും. ആ വെള്ളം അങ്ങനെ നീ എന്റെ കാലോട്ട് ഒഴിച്ചാലാ. എടോ ഇല്ലടോ, ഞാൻ ചൂട് പിടിച്ചു തരാം. വേണ്ട, ഞാൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ചെയ്ത് കൊടുത്തോളാം. അതിന് മാത്രം പ്രശ്നമൊന്നുമില്ല. ഞാൻ ചെയ്ത് നോക്കിയല്ലേ. വിശ്വാസമില്ല. തീരെ വിശ്വാസമില്ല. സേതുവിന് ഞാനുണ്ട്. നിങ്ങൾ എല്ലാരും പൊക്കം. ഞാൻ ചെയ്ത് കൊടുത്തോളാം. ആയിക്കോട്ടെ. നിങ്ങൾ ചൂട് പിടിക്കും. കൊച്ചിന്റെ കാല് നിക്കണോ അതോ പോണോ? നീ പോക്കോ. ഞാൻ ചെയ്ത് കൊടുത്തോളാം. ഞാൻ അളിയാ, നിന്റെ ഒരു ആവശ്യവും ഇല്ല. അല്ല, ഇപ്പഴും ഞാനാണല്ലോ ചെയ്യുന്നത്. പാടായി അല്ലേ? കുറച്ചു നേരം സേതു വെറുതെ ഇരിക്കട്ടെ. കൊണ്ടോട്ടെ. നിങ്ങൾ എല്ലാരും ഞാൻ ചെയ്ത് കൊടുത്തോളാം. അച്ഛാ, ചായ കിച്ചണിലുണ്ട്, എടുത്തോട്ടോ. ഈ കാല് കുറച്ച് ടൈറ്റാണോ? ഒന്ന് ലൂസാക്കിയതാ. അല്ലേ? ആണെങ്കില് കേട്ടോ, ഞാൻ കെട്ടിയപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. മടക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ടൈറ്റേക്ക് കിട്ടിയിരിക്കുന്നേ. ഇത് ഇച്ചിരി ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, എത്ര നാളെയല്ലേ ഇങ്ങനെയൊക്കെ. ഒരു ടൈം കിട്ടുന്നില്ലായിരുന്നു. ഇപ്പഴാ ഒന്ന് സെറ്റായി വരുന്നത്. നീ ഇന്ന് എവിടെ പോണ്ട, എന്റെ അടുത്ത് തന്നെ ഇരുന്നാ മതി.
കേട്ടോ. ഒരിടത്തും പോകത്തില്ല. ഇച്ചിരി ജോലി തിരക്കൊക്കെ ഉണ്ട്, പക്ഷെ അത് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അവൾക്ക്. എപ്പ എന്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ അപ്പൊ കോളാണ്. ഈ കോളും കൂടെ ഞാൻ എടുത്തിട്ട് ഇത് ഇന്നത്തെ അവസാനത്തെ കോള. ഹലോ, ആ ജാനകി, അപ്പേരയുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച അപ്പേരെന്നൊന്ന് പറയാമോ? പിന്നെ നാളെ ഒന്ന് ഇച്ചിരി നേരത്തെ വരണേ. ഇനി എനിക്ക് ഈ ആഴ്ച ലീവ് തരാനും പറ്റുണ്ടാവില്ല. ശരി. പിന്നെ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല, ഫോൺ ഓഫ് ആയിരിക്കും കേട്ടോ. ഒന്ന് ഹാൻഡിൽ ചെയ്തേക്കേ. ശരി, ബൈ. ഒനങ്ങോന്തേ ഓക്കെ ആയില്ലേ? നിങ്ങൾക്ക് വേണ്ടി ഫോണ് സ്വിച്ച് ഓഫ്. ഓക്കെ. ഇന്ന് എവിടെയും പോകണ്ട. വല്ലപ്പോഴും ഒരിക്കലാണ് കാലിങ്ങനെ ഉളുക്കി എനിക്ക് സമയം. അങ്ങനെ പറയല്ലേ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ മാത്രമല്ലല്ലോ ബിസി, നിങ്ങളും ബിസി അല്ലേ? എന്ത് ബിസി? എനിക്ക് ഇപ്പൊ ആർക്കാ ഫോൺ വന്നേ? നിങ്ങൾക്ക് സ്വിച്ച് ഓഫ്. വർക്കില്ലെങ്കിൽ വർക്കില്ല, അത്രേ ഉള്ളൂ. വർക്കൊന്നല്ല വന്നെന്ന് എനിക്കറിയാം. ഒരു സമാധാനം ഉണ്ടോ? സമയം കിട്ടണ്ടേ ചെയ്ത് എന്ത് ചെയ്യാനാ? കനവിൻ കൂട്ടിൽ പാരിജാത പൂവും നീയും, പ്രണയക്കൂട്ടിൽ പൂനിലാവും നീയും മാത്രം, പതിവായി പാടും തെന്നലും മഞ്ഞും മായും, മൗനം കാതിൽ കുഞ്ഞിളം തൂ മധുരം നേരും, വാനമേഘ പെൺകിടാങ്ങൾ കാത്തു നിൽക്കും, കാത്ത് കാത്ത് കാത്തു നിൽക്കും, തളിരോലും പ്രണയത്തിൻ മുത്തുകോർക്കാം പ്രണയം പ്രണയാർദ്രം. അച്ഛാ, ഇത് മൊത്തം അച്ഛനാണോ? നിന്റെ അച്ഛന് ഞാൻ എന്തിനാണ് ഈ സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുന്നത്? അപ്പൊ ഇത് മൊത്തം എനിക്കാ? പിന്നല്ലാതെ ഇത് മുഴുവൻ എന്റെ മീനുട്ടിക്കുള്ളതാ. നിനക്കല്ലാതെ വേറെ ആർക്കവനെ ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ? കഴിക്കാം. അച്ഛാ, ഞാൻ അപ്പഴേ പറഞ്ഞതാ, എനിക്ക് എന്ത് ചെയ്ത് തന്നാലും ഞാൻ സത്യം ഒന്നും പറയാൻ പോണില്ല. അതൊക്കെ നീ പറഞ്ഞു. പക്ഷെ എനിക്കറിയാലോ എന്റെ മീനുട്ടിക്ക് രഹസ്യങ്ങളൊന്നും അധികം മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റില്ല, ഇല്ലേ? പക്ഷെ എനിക്ക് രഹസ്യം എല്ലാം നല്ലതായിട്ട് സൂക്ഷിക്കാറില്ല കേട്ടോ. എടി, അതിന് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ചോദിക്കൂല. 1-2 കാര്യങ്ങൾക്ക് മാത്രം നീ മറുപടി പറഞ്ഞാൽ മതി. അതും യെസ് ഓർ നോ അത്രയും പറഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് വിട്ട് ഒന്നും പറയണ്ട. ആരും ചോദിക്കും, എന്നിട്ട് തീരുമാനിക്കും ഉത്തരം പറയണോ വേണ്ടത്. ഒന്നാമത്തെ കാര്യം, നീയും ആനിക്കുഞ്ഞമ്മയും കൂടി മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യമുണ്ടല്ലോ, അതെന്നെ കുറിച്ചാണോ? അയ്യടാ, അതൊന്നും പറയാൻ പറ്റത്തില്ല. എടി, യെസ് ഓർ നോ അത്രയും പറഞ്ഞാൽ മതി. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. പറ, എന്നെ കുറിച്ചാണോ? അത് യെസ്. അപ്പൊ എന്നെ കുറിച്ചാണ് അല്ലേ? എന്നെ ഇഷ്ടമാണെന്നാണോ? അയ്യടാ, അതിന് വെച്ച വെള്ളവേ വാങ്ങി വെച്ചാ മതി കേട്ടോ. അല്ല, അത് ഞാൻ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് ചോദിച്ചു പോയതാ. ആ ക്വസ്റ്റ്യൻ വിട്ടേക്ക്, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ തീർക്കാന്നതേ. കഴിഞ്ഞ ദിവസം ജാനകി എന്നെ സിനിമക്ക് പോകാൻ വിളിച്ചില്ലേ? അത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇല്ല, എന്തേ? അതെന്താ നിനക്ക് ഇഷ്ടപ്പെടാൻ? ഫ്രണ്ട്സ് ആവുമ്പോ സിനിമക്ക് പോകൂലേ? അതിനിപ്പോ എന്താ കുഴപ്പം? എന്നാലും ആനിക്കുഞ്ഞ മറന്നത് മോശം. ആനിക്കുഞ്ഞമ്മ എങ്ങനെ അറിയാനാ? ഇനി അഥവാ അറിഞ്ഞാ തന്നെ ആനിക്കാണെങ്കിൽ എന്റെ ഒരു മൈൻഡും ഇല്ല. പിന്നെ ഇപ്പൊ അവൾ അറിഞ്ഞാ എന്താ പ്രശ്നം? എന്നാലും അതൊക്കെ ഭയങ്കര മോശം, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നാ ഒരു കാര്യവും കൂടി ചോദിക്കാം. ഒരൊറ്റ കാര്യവും കൂടി, യെസ് ഓർ നോ അത്രയും പറഞ്ഞാൽ മതി. ഓക്കെ? അപ്പൊ ഞാൻ ജാനകിയുടെ കൂടെ സിനിമക്ക് പോയി കഴിഞ്ഞാ ആനിക്കത് ഇഷ്ടപ്പെടൂല അല്ലേ? എടി മീനുട്ടി, കൊച്ചച്ഛൻ എന്തിനാ ചോദിക്കുന്നത് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ആനിക്കിനൊരു മൈൻഡ് ഇല്ല. ഇനി ഞാൻ ജാനകിയുടെ സിനിമക്ക് പോകുന്ന അവർക്ക് ഇഷ്ടമല്ലെങ്കിലോ, അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാ. പറ മീനുട്ടി, യെസ് ഓർ നോ? യെസ് ആണ്, പക്ഷെ എനിക്ക് ലഡുമതി. അപ്പൊ ഞാൻ ജാനകിയുടെ കൂടെ സിനിമക്ക് പോകുന്നത് ആനിക്ക് ഇഷ്ടമല്ല അല്ലേ? അല്ല. അതപ്പൊ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? നീ ഇനി കൂടുതൽ വിശദമായിട്ടൊന്നും പറയണ്ട. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്.
ഞാൻ ജാനകിയെ കാണുന്നതും അവളോട് സംസാരിക്കുന്നതും അവളുടെ കൂടെ സിനിമക്ക് പോകുമ്പോഴും ഒക്കെ ആനിക്ക് എന്തോ ഒരു പൊസസീവ്നെസ് അടിക്കുന്നില്ലേ? അത് പോസിറ്റീവ്നെസ് ഒന്നുമല്ല, ആ. എന്നാലും അങ്ങനെ ഒരു സാധനം. മതി, അത്രയും കേട്ടാ മതി, അത് കേട്ടാ മതി എനിക്ക്. കൊച്ചാ ഇനിയെങ്കിലും ഞാൻ അത് കഴിച്ചോട്ടെ, എനിക്ക് വായിൽ വെള്ളം വരുന്നു. നീ കഴിച്ചോ, നീ എന്ത് വേണേലും കഴിച്ചോ, നിനക്ക് ഇനി എന്ത് വേണമെങ്കിലും കൊച്ചച്ഛനോട് ചോദിച്ചാ മതി കേട്ടാ. എനിക്കൊന്നും വേണ്ട. പക്ഷെ കൊച്ചാ ഞാൻ വീണ്ടും പറയുക, ജാനകി ചേച്ചി അതിലെ കൂട്ടിട്ട് അത്ര ശരിയല്ല. അയ്യേ, അത് കൊച്ചച്ഛൻ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ എന്റെ മോള് പോയി കഴിച്ചോ കേട്ടാ. ചെല്ല് ചെല്ല്. എടി ആനി, അപ്പൊ നിനക്ക് പോസിറ്റീവ്നെസ് അടിക്കുന്നുണ്ടല്ലേ? മതി മതി, ഇനി എന്ത് വേണോന്ന് എനിക്കറിയാം. ഡ്രസ്സിലൊന്നും ചുമ്മാ ചെളിയാക്കരുത് കേട്ടോ. എടാ ഗോവർദ്ധ ഒന്ന് വേഗം വാ, ലേറ്റ് ആവുന്നടാ. ഇത് മോനെ അല്ല അവളിട്ടോ നോക്കോ. ഇന്നലെ കൊച്ചിനെ കൊണ്ടാക്കണ്ട. കൊച്ചച്ഛൻ കൊണ്ടാക്കണ്ടേ, പിന്നെ നിന്നെ ആരും ഉണ്ടാക്കും? ഞാനല്ലാതെ. പാപ്പോളെ പോവാൻ സമയമായി. അച്ഛനാണോ ഉണ്ടാക്കുന്നത് ഇവിടെ? എന്തുവാടാ എന്റെ കൊച്ചുമോളെ കൊണ്ടാക്കുന്നതിന് നിന്റെ അനുവാദം വേണോ? ആ പാവക്കളെ, ആ വെറുതെ അല്ല രാവിലെ മുതൽ ഇവളീ കിടന്ന് അപ്പൂപ്പൻ എന്നെ കൊണ്ടാക്കണം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ. അമ്മയ്ക്ക് അപ്പൂപ്പൻ എന്നെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പറ. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയാൻ ഒന്നുമില്ല അച്ഛാ. അല്ല, അച്ഛൻ എങ്ങനെ കൊണ്ടാക്കൂടെ? ബൈക്കിനാ? എന്റെ മോളെ ഞാൻ ടാക്സി പിടിച്ചുകൊണ്ടാക്കൂടാ. ഓ അത് ശരി. അങ്ങനെയാണെങ്കിൽ വൈകിട്ട് തിരിച്ചു കൊണ്ടുവരാനും ആ ടാക്സിനെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ പോവൂല. എടാ അവിടെ ക്ലാസ് കയറുന്ന വരെ ഞാൻ അവിടെ നിൽക്കും, എന്നിട്ട് തിരിച്ചു കൊണ്ടുവരും. ആരെങ്കിലും ഒന്ന് കൊണ്ടാക്കി, ഇവള് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുവാ. പാവളെ പോവാ. എന്തായാലും റെഡി ആയതല്ലേ, ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. ഇനി പുറത്തേക്ക് പോവാണെങ്കിലേ ഉച്ചക്കത്തേക്ക് ചിക്കൻ വേണോ മീൻ വേണോ? ഉച്ചക്കത്തേക്ക് ചിക്കൻ മതി. ആ എന്നാ മീൻ വാങ്ങിക്കാം, അതാണ് നല്ലത്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. വേറെ എന്തെങ്കിലും വേണാവോ? വേണ്ട, പാല് മുട്ട ആയ വാങ്ങിക്കണം. അല്ല അപ്പൊ പൈസ എങ്ങനെ? പൈസ ഇട്ട് തരാടാ. പോയി 200 രൂപ പെട്രോൾ അടിക്കാൻ. 200 രൂപ എന്തിനോ? പിന്നെ വണ്ടി ഓടണ്ടേ, പെട്രോൾ അടിക്കണ്ടേ? പെട്രോളിനൊക്കെ വില കൂടി, കിട്ടുന്നതിന് 30% ഇപ്പൊ എത്തനോളാ. ആ ഞാൻ ഇട്ട് തരാം, പോയി മേടിച്ചിട്ടോ. വരണേ, ഉച്ചക്കത്തേളോ ഞാൻ പറഞ്ഞേക്കുന്നേ. ഗോവർദ്ധൻ എന്നെ ആനിയെ പോലെ കണ്ടോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അയ്യേ, അവളുടെ ഡയലോഗിന് അങ്ങനെ ഒരു ഡബിൾ മീനിങ് ഉണ്ടായിരുന്ന? അയ്യേ, ആ ചിരിക്ക് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്ന? ജാനകി എന്നെ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പോസിറ്റീവ്നെസ് അടിച്ചെങ്കിൽ അവളെ ഞാൻ എന്നെ കെട്ടിപ്പിടിച്ച കാര്യം പറഞ്ഞ അമ്മേ. പിച്ചകപ്പും കാവുകൾക്കും അപ്പുറം. ഓ നിത്യഹരിത കാമുകൻ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നേ? എടോ മൊണ്ണേഷ, തന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാടോ? തന്നെ കൊണ്ട് ആർക്കെങ്കിലും ഗുണമുണ്ടോ? എടാർക്കാൻ നിന്റെ അച്ഛന്റെ അടുത്തും നിന്റെ അണ്ണന്റെ അടുത്തും സംസാരിക്കണമെങ്കിൽ എന്റെ അടുത്ത് സംസാരിച്ചാണ്ടല്ലോ, എടുത്ത് തോട്ടിൽ ഞാൻ കളയും. ഈടോ അതല്ല പറഞ്ഞത്. പിന്നെ തനിക്ക് ആ ജാനകി ഇഷ്ടമാണ്, അവളെ കെട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നല്ലാണ്ട് അവളുടെ പുറകെ താൻ നടക്കുന്നുണ്ടോ? എടോ ഒരു കാമുകരായ കുറച്ചൊക്കെ ആത്മാർത്ഥത വേണോ? ആത്മാർത്ഥത വേണം. ഞാൻ പുറകെ നടന്നിട്ട് അവള് മൈൻഡ് ചെയ്യണ്ടേ? എങ്ങനെ മൈൻഡ് ചെയ്യും? മൈൻഡ് ചെയ്യണമെങ്കിൽ താൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം, അല്ലാണ്ട് 24 മണിക്കൂർ ഇങ്ങനെ പുറകെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. അത് ഞാൻ പറയാൻ വിട്ടുപോയതാ. ആന എന്റെ അടുത്ത് പറഞ്ഞു. എന്തോടാ ഞെട്ടല്? ആന എന്ത് പറഞ്ഞു? ആന എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. എന്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പയ്യന്മാരൊക്കെ നടക്കുന്നത് പോലെ തന്നെ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു ഓരോരോ കാര്യങ്ങള്. ഇതൊക്കെ ആനി തന്നോട് പറഞ്ഞ? ഓ വേറെന്ത് പറഞ്ഞു? വേറെ ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞു. എടാ 8 വർഷമായിട്ട് നീ അവളെ പുറകെ നടന്നിട്ട് പുതിയൊരു പെണ്ണിനെ കണ്ടപ്പോ നീ ഇപ്പൊ അവളെ കൂടെയെന്ന് അവൾ എന്റെ അടുത്ത് പറഞ്ഞെന്റെ അടുത്ത്. ആനി ഇതൊന്നും എന്നോട് എടോ, ഇതൊക്കെ ആനി തന്നോട് പറഞ്ഞപ്പോ തനിക്കൊരു വാക്ക് വന്ന് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ ഇനി അവളുടെ മുഖത്ത് എങ്ങനെ നോക്കൂ? അണ്ണാ എന്തൊക്കെ പറഞ്ഞാലും ജാനകി എന്നെ കെട്ടിപ്പിടിച്ച കാര്യം മാത്രം നിങ്ങൾ അവളോട് പറയല്ലേ? അത് പറയാൻ വേണ്ടിയിരിക്കുന്നറിയാ. ഉറപ്പല്ലേ? എന്റെ പൊന്നു കുഞ്ഞേ, ആ ഒരൊറ്റ കാര്യത്തിൽ നിനക്ക് സന്തോഷിക്കാം. അത് കേട്ടാ മതി, എനിക്ക് സമാധാനായി. അതും അവൾ അറിഞ്ഞ്. അതൊക്കെ അവൾ എങ്ങനെ അറിഞ്ഞടോ? എങ്ങനെ അറിഞ്ഞ് ഏത് സമയത്ത് അറിഞ്ഞെന്നൊന്നും എനിക്കറിയത്തില്ല. അവൾ അറിഞ്ഞു. തന്റെ പെണ്ണിനെ താൻ മര്യാദ കരുതിക്കൊള്ളണം, അല്ലാണ്ട് അവക്ക് തോന്നുമ്പോ എന്റെ പുറകെ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ നടക്കണ കാര്യമല്ല. അവളൊക്കെ എന്നെ കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ്. എനിക്ക് എന്റെ ലൈഫിൽ എന്റെ ആനി മാത്രം മതി, വേറൊരു പെണ്ണിന്റെ പുറകെ നടക്കണ്ട.
എന്നിട്ട് അവളെവിടെ? ആര്? ആ ജാനകി എവിടെയെന്ന്? എന്ത് എനിക്ക് അറിയത്തില്ല. നീ ഞാൻ അങ്ങനെ വിട്ടാൻ പറ്റൂല. ഹലോ, ജാനകി എവിടെയാ? ഒന്നുമില്ല, കാണാത്തോണ്ട് വിളിച്ചതാ. ശരി, വരുമ്പോ കാണാം. അവള് വരട്ടെ. അവള് താൻ ഇങ്ങനെ മുഷി നോക്കിക്കൊണ്ടിരിക്കണ നിൽക്കാണ്ട് കാര്യം എന്താ വെച്ചാ പറ. നിന്റെ കയ്യിൽ അവളെ നമ്പർ ഉണ്ടോ? നമ്പർ ഉണ്ട്, അതിനിപ്പോ എന്താ? എന്റെ കയ്യിലില്ല. അത് കരയണ്ട, അത് അന്ന് സിനിമക്ക് പോകാനായിട്ട് അവള് പ്ലാൻ ഇട്ടപ്പോ അങ്ങനെ ജസ്റ്റ് നമ്പർ തന്നു. സിനിമയ്ക്കാ? ഏത് സിനിമ? എപ്പോ പോയി? ഏത് തിയേറ്റർ? ആളുള്ള സിനിമ, ആളില്ലാത്ത സിനിമ? പറഞ്ഞു ഈ വള്ളി പിടിച്ച് മേളിലേക്ക് കയറി പോവണ്ട. സിനിമക്കൊന്നും പോയിട്ടില്ല, അന്ന് അങ്ങനെ പ്ലാൻ ഇട്ടു. അപ്പൊ നമ്പർ തന്നു. ആ നമ്പർ അതുകൊണ്ട് ഫോണിലുണ്ട്, അത്രേ ഉള്ളൂ. കേട്ടാ? നിനക്കല്ലേടാ പരാതി? അവൾ എന്റെ പുറകെ നടക്കുന്നില്ല എന്ന്. 24 മണിക്കൂർ നിന്റെ കൂടെ അല്ലേ? നിനക്ക് ബിസി. നിനക്ക് ബിസി കഴിഞ്ഞിട്ടൊരു ടൈമില്ല നിനക്ക്. അതെന്തായാലും അവളെ എന്റെ അടുത്ത് സംസാരിക്കത്തുള്ളൂ. അവൾ എന്റെ പുറകെ നടക്കുന്നത് ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ ഇനി എങ്ങനെ അവളെ ഇംപ്രസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. അത് കേട്ട് അതുപോലെ ഫോളോ ചെയ്യണം. ചെയ്യോടെ? ഞാനൊരു കാര്യം നിന്നോട് അങ്ങോട്ട് ചോദിച്ചോട്ടാ. 8 വർഷം നീ ഒരു പെണ്ണിന്റെ പുറകെ നടന്നിട്ട് അവളെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റാത്ത നീയാണ് നീ ഒറ്റ നിമിഷം കൊണ്ട് വേറൊരു പെണ്ണെ പ്രേമിക്കാൻ എന്നെ പഠിപ്പിക്കുന്നത്. അണ്ണാന്ന് വിളിച്ച വാഗുകൊണ്ട് എന്നെ കൊണ്ട് വേറൊന്നും വിളിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളും ജാനകി ഒന്നിക്കേണ്ടത് ഇപ്പൊ നിങ്ങളെക്കാളും കൂടുതൽ എന്റെ ആവശ്യമാണ്. എന്നാലേ ആനിയായിട്ടുള്ള എന്റെ റൂട്ട് ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളെ തമ്മിൽ ഞാൻ ഒന്നിപ്പിക്കും. എന്നിട്ട് എനിക്ക് ഇനി വിശ്രമമുള്ളൂ. ഒന്നിപ്പിക്കൂ? നമ്പർ വാങ്ങി തരൂ. നമ്പർ ഞാൻ തരാം, എന്റെ ഉണ്ട്. സംസാരിപ്പിക്കൂ? സംസാരിപ്പിക്കാം. രക്ഷപ്പെട്ടിൽ സങ്കടമൊന്നുമില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടാ. ഇനി ജാനകിയുടെ കാര്യത്തിൽ നിങ്ങൾ എങ്ങാനും ഉഴപ്പിയാലുണ്ടല്ലോ. ഞാൻ ഉഴപ്പില്ല. ജാനകിയുടെ കാര്യം ഉഴപ്പില്ല. നീ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. കുഴപ്പമില്ലല്ലോ? ഒരിക്കലും ഇല്ല. ജാനകിയുടെ കാര്യമാണ്. നീ എല്ലാം എന്റെ അനിയന്റെ കയ്യിലാണ്. ഞാൻ നോക്കിക്കോളാം. നിന്റെ അടുത്ത് നേരത്തെ സംസാരിക്കേണ്ടതായിരുന്നു അനിയ. നീ എന്റെ തീവോട, നീയാണ് എന്റെ എല്ലാം. ചെയ്തു സത്യം പറയാണ്ടല്ലോ, ഈ ഫോണൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ നമ്മുടേതായ ലോകത്തോടെ നടക്കുമ്പോണ്ടല്ലോ ഭയങ്കര ആശ്വാസം ഫീൽ ചെയ്യുന്നില്ലേ? സത്യം. ശരിക്കും നമ്മള് പഴയ ഒരു കാലഘട്ടത്തിൽ എത്തിയ പോലെ അല്ലേ? ശരിയാ. ഇത് രസാ. അതെ. വയസ്സാം കാലത്ത് രണ്ടുപേരും കൂടി പ്രേമിച്ച് കിടക്കാ. എടുത്തേക്കൊരു കോൾ ഉണ്ട്. എനിക്കോ? മീനോട്ടർ സ്കൂളിൽ നിന്ന്. ഹലോ, പറഞ്ഞു മാഡം. ഞാനിപ്പോ വരാം. ഞാൻ വരാം മാഡം. ഒന്ന് വിളിച്ചേ. അല്ല, എന്താ കാര്യം? അവളെ വിളിക്കാൻ അച്ഛൻ പോയിട്ടുണ്ടല്ലോ. അതന്നെയാ. നീ ഒന്ന് സേതുവിനെ ഒന്ന് റൂമിൽ കൊണ്ടിടേ. ഫോൺ ഓഫ്. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. സേതു കേറിക്കോ, വരാം. വാ, ഞാൻ ഉണ്ടാക്കാം. നിന്റെ കാലങ്ങനെ ഇരിക്കുന്നടാ? കാലിന് കുഴപ്പമൊന്നുമില്ല അച്ഛാ. കുറച്ച് ചൂട് പിടിച്ചപ്പോ ഇത്ര ആശ്വാസമുണ്ട്. വിഷയം മാറ്റാൻ നോക്കിയേ. അതെ, അച്ഛൻ ചുമ്മാ വിഷയം മാറ്റല്ലേ. അല്ല എടുത്ത് എന്തിനാ സ്കൂളിലേക്ക് അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞേ? എടാ, ഇവിടെ ക്ലാസ് തുറന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ തന്നെ ഇവളങ്ങ് തള്ളി മറിച്ചിരിക്കോ. ഇവളുടെ അപ്പൂപ്പൻ സിനിമ നടനാണ്, ലാലേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, കൊറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താടി ലാലേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്, പിന്നെ ചോക്ലേറ്റ് വാങ്ങി കൊടുത്തു എന്നൊക്കെ. എടി എന്തൊക്കെയാണ് കേൾക്കണത്? തള്ളുമ്പോ ഒരു മയത്തിലൊക്കെ തള്ളണ്ടേ? അല്ല, എന്നിട്ട് നിന്റെ ഫ്രണ്ട്സിനൊക്കെ വിശ്വസിച്ചാ? വിശ്വസിക്കുക മാത്രല്ല, അപ്പൊ തന്നെ അവരെല്ലാരും കൂടെ അപ്പൂപ്പനെ കാണണമെന്ന് പറയുകയും ചെയ്തു. ആരെ? അച്ഛനെ? അയ്യേ. അപ്പൊ അത് ശരി. മോള് വെറുതെ അല്ല ഇന്ന് തന്നെ അപ്പൂപ്പനെ കൊണ്ട് സ്കൂളിൽ പോണം എന്ന് പറഞ്ഞോണ്ട് വാശി പിടിച്ചല്ലേ? അതിനെന്ത്? അച്ഛപ്പ സ്കൂളിൽ പോയി എന്താണോ കുഴപ്പം? എടാ, നീ കാര്യം കേക്ക്. ഇവിടെ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇവള് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടായിരിക്കും വിളിക്കുന്നേന്നുള്ളത്. അപ്പൊ മീനുട്ടിയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? എന്റെ മോളാണ്. അവളൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കുമൊന്നുമില്ല. എന്റെ ദൈവം, അപ്പൊ അച്ഛനാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കാര്യങ്ങൾ ഞാൻ പറയാം. ശ്രദ്ധിച്ചു കയറി. ഞാൻ മോളെ കാണാൻ വേണ്ടി സ്കൂളിൽ ചെന്നു. അപ്പൊ ഈ പിള്ളേരെല്ലാം കൂടെ കണ്ടപ്പം ഭയങ്കര കയ്യടിയും ബഹളവും ഒക്കെ. സിനിമാ നടൻ വന്നിരിക്കുന്നു, ലാലേട്ടന്റെ ഫാൻസിലുള്ള ആളാ എന്നൊക്കെ പറഞ്ഞു സ്കൂളിനകത്ത് ഭയങ്കര ബഹളം. അപ്പൊ അതിനകത്തുനിന്ന് 2-3 പിള്ളേർ എന്നോട് പറഞ്ഞു, അപ്പപ്പാ ഞങ്ങൾക്ക് മോഹൻലാൽ ഏട്ടന്റെ ഒരു 2-3 ഡയലോഗ് ഒന്ന് കേൾക്കണമെന്ന്. പിള്ളേരുടെ ആഗ്രഹമല്ലയോ, സഹിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഈ ബഹളം നടക്കുന്ന സമയത്ത് ഈ ക്ലാസ്സിലേക്ക് ഒരു സാറ്, ഏതോ ഒരു സാർ ഇങ്ങോട്ട് കയറി വന്നു. മോളെ, ആ സാറിന്റെ പേരെന്താ പറഞ്ഞേ? സാറല്ല, പ്രിൻസിപ്പൽ സുരേഷ് വർമ്മ സാർ. അത് തന്നെ, പ്രിൻസിപ്പാണ്. ആ സാർ തന്നെ ഇങ്ങോട്ട് വന്നതും
എന്റെ മോളെ കുറെ വഴക്കങ്ങ് പറഞ്ഞു. അത് മാത്രമോ അവിടെ നിന്ന കുട്ടികളെ ഒക്കെ വഴക്ക് പറയും, 2-3 പിള്ളേരെ പിടിച്ചങ്ങ് തല്ലുകയും ചെയ്തു. ഇത് കണ്ടപ്പോ എനിക്ക് സഹിക്കുമോ? എന്നിട്ട് ഉദാഹരണത്തിന് നീ പ്രിൻസിപ്പാളാന്ന് വിചാരിക്കുക. ഞാൻ പ്രിൻസിപ്പാള്. എന്ത് പരിപാടി? 3 സപ്ലി മര്യാദക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അവൻ പ്രിൻസിപ്പൾ. എടോ തനിക്ക് എന്തോ അച്ഛൻ പ്രിൻസിപ്പാൾ ഞാനാണെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പ്രിൻസിപ്പാൾ. മിണ്ടരുത്, മൂത്തവർക്ക് മിണ്ടരുത്. 10ാം ക്ലാസ്, പഴയ 10ാം ക്ലാസ് ഞാനാണ് പ്രിൻസിപ്പാൾ. കഥ കേക്കണേ. പിന്നെ അല്ല, അതൊരു കാര്യം ചെയ്യാൻ പറ്റും. അവൻ തന്നെ പ്രിൻസിപ്പാൾ, അവൻ തന്നെ ആയിക്കോട്ടെ. ഞാനാ പ്രിൻസിപ്പാൾ. ഇത്രയും നീളവും വണ്ണവും ഒക്കെ ഉണ്ട്. എന്നെ വെറുതെ ഒന്ന് പിടിച്ചാ മക്കളെ. എന്റെ പിള്ളേരെ തൊടുത്തോടാ. പ്രൊഫസറെ, നിന്റെ തന്തയല്ല എന്റെ തന്ത. ഈ കാലിപ്പോ ഇവിടെ നടക്കണെങ്കിൽ എനിക്ക് വീട്ടിൽ പോയി എന്റെ തന്തയെ കാണാൻ കാലിന് പൊന്നോ. ഈ ചവിട്ടാണെങ്കിൽ ആ സാർ ഇപ്പൊ ജീവനോടുണ്ടോന്ന് ഒന്നല്ല. എന്റെ ദൈവം അങ്ങനെയൊന്നും പറയല്ലേ. പുള്ളിക്കാരൻ എന്തായാലും ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾ തന്നെ സാറായി നന്നായിട്ട്. ഇത്രയും ഞാൻ ചെയ്തോളൂ. അയ്യോ മതിയല്ലോ. ആ സ്കൂളിന്റെ 7 അയലൊക്കത്തോടെ ഇനി പോയേക്കല്ലേ. മീനുട്ടി എന്റെ മുമ്പ് വെച്ച് വഴക്ക് പറഞ്ഞത് കേട്ടിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്തു പോയത്. അല്ലടി എപ്പോഴല്ല അല്ലെ നീ വീട്ടിൽ വന്നത്? അത് അവര് വെക്കേഷൻ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ബാംഗ്ലൂര് മൈസൂര് പോയി, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും ചെറുതായിട്ടൊരു തള്ളിയതാ. ഇപ്പൊ അപ്പൂപ്പന്റെ സ്കൂളിൽ ഫുൾ ഫാൻസ് അമ്മ. അയ്യടാ, ഈ ഫാൻസ് വരും അപ്പൂപ്പൻ ജയിലിൽ പോയി ആ കേസിനൊക്കെ ഇറക്കാൻ വേണ്ടി. അല്ല അമ്മ, അതിന് കര അടച്ച റെസീറ്റ് എന്താ പോലെ? ഓ അപ്പൊ അതൊക്കെ എന്റെ കുഞ്ഞിന് അറിയാം. ഞാൻ അഡ്വക്കേറ്റ് ക്ലാര ഫ്രാൻസിന്റെ മോളല്ലേ. ഇപ്പൊ ആ പ്രിൻസിപ്പളെ കേസ് കൊടുക്കണോ വേണ്ടോ എന്നുള്ളതിന് ഒരു തീർപ്പ് പറഞ്ഞിട്ടില്ല കേട്ടോ. മോളെ, ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുത്തു വെച്ചാലോ? അതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നും നാളെ കോടതി അവധിയാ. അപ്പൊ ഞാൻ ജയിലിൽ കിടക്കണോ? അതും എനിക്കറിയത്തില്ല കേട്ടാ. ക്ലാരെ, ഈ പ്രായത്തിൽ അച്ഛന് പോലീസിന് ഇടിയും താങ്ങാൻ പറ്റൂലട്ടാ. എടാ, എനിക്ക് വയസ്സായില്ലേ? ഇപ്പൊ വയസ്സായിന്നൊക്കെ അറിയാം. അതെ, അച്ഛൻ ഞങ്ങളോട് പറയാറുള്ള അതേ കാര്യം എനിക്ക് അച്ഛനോട് ചോദിക്കാറുള്ളത്. വയസ്സൊക്കെ ഇത്ര ആയില്ല, ഇനിയെങ്കിലും കുട്ടികളെ ഒന്ന് നിർത്തിക്കൂടെ? ഇതുപോലൊരു ഉപദേശം നമുക്കും തന്നായിരുന്നു. പ്രായം ഇത്രയും ആയില്ലേ, ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ? പിള്ളേര് കളിയൊന്ന് നിർത്തടാന്ന്. ആ സ്കൂളിൽ വെച്ച് ലൂസിഫറിലെ മോഹൻലാൽ കയറി വന്നത് ഭാഗ്യം. സ്ഫടികത്തിലെ മോഹൻലാലാണ് കയറി വന്നെങ്കിൽ പിള്ളേരുടെ മുമ്പ് മുണ്ടു അഴിച്ച് തലേ കെട്ടി ഗണേശനായിട്ട് ഇങ്ങനെ നടന്നാനാ. ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾ രണ്ടോടെ മുതലാക്കി എടുക്കല്ലേടാ. പറയും, അച്ഛനാണെന്ന് പറഞ്ഞോണ്ട് ഓരോന്ന് പറയുമ്പോഴും ചെയ്യുമ്പോഴും ആലോചിക്കണോരുത്. അതൊക്കെ വിട്, നമുക്കത് സംസാരിച്ച് എന്തേലും ഒരു തീരുമാനത്തിലെത്താം. ആ സേതു മരുന്ന് കഴിച്ചായിരുന്നോ? ഈ കാലം വെച്ചോണ്ടാ? അല്ല, ഫുഡ് കഴിക്കാം നമുക്ക്. മാത്രമേ ഫുഡുള്ളൂ, ഞങ്ങൾക്ക് ആർക്കും ഫുഡില്ല. നിന്റെ കാലിന് പ്രശ്നമില്ല, നീ വേണം എടുത്ത് കഴിക്ക്. ഞാൻ കാലുകൊണ്ടല്ല കൈ കൊണ്ടാണ് കഴിക്കുന്നത്. ഇവളെ ഞാനുണ്ടല്ലോ. എടുത്ത് സാരമില്ല, അവക്ക് ഫുഡ് ഞാൻ കൊടുത്തോളാം. നീ വാടി, എടുത്ത് ചേട്ടന് ഫുഡ് കൊടുക്കാൻ നോക്ക്. വാ. ഭാമേ, നീ ഭാമേ. എടാ, ഭാമ ഇവിടെ ഇല്ലല്ലോ. പറഞ്ഞ എടി, ഊണ് കഴിക്കേണ്ട സമയമായല്ലോ. ഊണെടുത്ത് വെച്ചെന്ന് കരുതി എടി എവിടെയെങ്കിലും പോയാൽ ഉച്ചയ്ക്കുമ്പോ വീട്ടിലെത്തണം. അന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ വല്ലതും കഴിച്ചായിരുന്നോ? വേഗം എത്തണേ. ശരി. അവളില്ലാതൊരു കാര്യം നടക്കത്തില്ല. ക്ലാരെ, ശരിക്കും പറഞ്ഞാലേ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ഒക്കെ ആക്കി അത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ കേട്ടോ നമ്മൾ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി നമുക്ക് സന്തോഷമായിട്ടൊന്ന് ജീവിക്കണം. ശരിയാ, കഴിഞ്ഞ് ഞാനും അത് ആലോചിച്ചു. ഇന്നെന്തോ ഒരു രസം തോന്നുന്നല്ലേ? ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമ്മള് എത്ര നാളായെന്ന് വിചാരിച്ചാ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒരു തിരക്കില്ല, ഭയങ്കര എന്താ പറയാ, ഒരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കഴിച്ചു നോക്കിയ ടേസ്റ്റ് ഇച്ചിരി കൂടി തോന്നുന്നില്ലേ? സെറ്റ്. എനിക്ക് വയ്യാത്തോണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയതാ. സ്ഥിരം ഉണ്ടാക്കുന്നതല്ല,
ആ എന്താ അറിയോ, ഇങ്ങനെയൊക്കെ നമ്മളിരുന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ കഴിക്കുമ്പം പണ്ട് നമ്മൾ പറയത്തില്ല അമ്മ വാരി തരുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഉണ്ടെന്ന്. എന്നറിഞ്ഞാലും ചിലപ്പോ ഭാര്യയൊക്കെ വാരി തരുമ്പോ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അയ്യോ ഉണ്ട്. ആ ശീലമാക്കല്ലേ. എത്ര നാളായി ക്ലാരെ ഞാൻ ഇതുപോലെ ഒന്ന്. നിന്നെ തിരിച്ച് ഞാൻ സ്കൂളിലേക്ക് കയറ്റുപടി. അറിയാൻ വയ്യ, ചെലപ്പോ കേറ്റുമായിരിക്കും. പക്ഷെ പ്രിൻസിപ്പളിന്റെ കാര്യമാണ് കഷ്ടം. അപ്പൂപ്പന്റെ ഒരൊറ്റ ചവിട്ടിന് പ്രിൻസിപ്പൾ താഴെയാണ്. വീഴുവല്ലോ, അങ്ങനത്തെ ചവിട്ടല്ലേ ചവിട്ടിയത്. അയ്യേ റംബൂട്ടാൻ ആണോ? വേണ്ട തരാ. ഇവരുടെ പ്രേമം ഇതുവരെ കഴിഞ്ഞില്ലേ? കൊച്ചാ, ഞാൻ വിചാരിച്ച ഈ പ്രേമോന്ന് വെച്ചാ അടിയാന്ന് കേട്ടാ. ഇന്ന് നിന്നോട് ആര് പറഞ്ഞു? കാരണം അപ്പൂപ്പനും അമ്മൂമ്മയും പ്രേമം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അടിയാന്നേ. അച്ഛനും അമ്മയും സ്നേഹിച്ചു കിട്ടിയതാണോ? എന്നിട്ട് അവര് ഫുൾ ടൈം അടിയാണേ. കൊച്ചച്ഛനും കുഞ്ഞമ്മയും ചിലപ്പോ നാളെ പ്രേമിക്കുമല്ലോ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴേ കീരിയും പാമ്പുവാ. അപ്പൊ പ്രേമം എന്ന് അടിയല്ലേ? അങ്ങനെ ചോദിച്ചാ പ്രേമത്തിൽ അടിയുണ്ട് സ്നേഹവും ഉണ്ട്. മക്കളെ, ഈ സ്നേഹിക്കുമ്പോഴും ജീവിക്കുമ്പോഴും അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഈ അടിയൊക്കെ കഴിഞ്ഞിട്ടൊരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന് ഒരു മധുരം ഉണ്ടാവും. അത് മക്കൾക്ക് വളർന്ന് പഠിച്ചു വരുമ്പം മനസ്സിലാവും. മനസ്സിലായോ?